യേശുവേ സ്തുതി. എൻ്റെ പേര് ആനന്ദ ജ്യോതി. കണ്ണൂർ ചാലയിലാണ്. ചാല ചിന്മയ സ്കൂളിലെ ടീച്ചറാണ്. പിന്നെ ചെറിയ കലാകാരിയൊക്കെ ആയിരുന്നു. വളരെ ആരോഗ്യവതിയായിരുന്നു എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് ഒരു ബാക്ക് പെയിൻ തുടങ്ങി. 6 മാസമായിട്ട് ബാക്ക് പെയിൻ ആയിരുന്നു. അപ്പോൾ ബാക്ക് പെയിൻ ആണെന്ന് കരുതി കുറേ ചികിത്സ ചെയ്തു. അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് പോലും ഡോക്ടേഴ്സ് ഒരു എക്സ്ട്രാ ടെസ്റ്റിനോ ഒന്നും നിർദ്ദേശിച്ചില്ല. അപ്പോൾ തീരെ വയ്യാണ്ടായി. കാലനക്കാൻ വയ്യാതായ അവസ്ഥയിൽ ഒരു ന്യൂറോളജിസ്റ്റാണ് സ്കാൻ ചെയ്തപ്പോൾ ബയോപ്സി നിർദ്ദേശിച്ചത്. അപ്പോൾ മംഗലാപുരം പോയി ടെസ്റ്റ് നടത്തിയപ്പോൾ ക്യാൻസർ സൂചന കിട്ടി. അവിടെ നിന്ന് പെറ്റ് സ്കാൻ ചെയ്തപ്പോഴാണ് നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ ലെഫ്റ്റ് ബ്രസ്റ്റിൽ നിന്നും തുടങ്ങിയിട്ട് നട്ടെല്ലിലേക്കും മജ്ജയിലേക്കും സ്പ്രെഡായി പോയിട്ടുണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ അവിടുത്തെ സാമ്പത്തിക ബാധ്യത താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ കോഴിക്കോട് MVR ക്യാൻസർ സെൻറ്ററിലേക്ക് വന്ന് അവിടെ നിന്ന് വീണ്ടും കുറേ ടെസ്റ്റ് ചെയ്തു, ബയോപ്സി ചെയ്തു. ബയോപ്സിയുടെ ഫസ്റ്റ് റിസൾട്ടിലും ബ്രസ്റ്റിലാണ് അതിൻ്റെ തുടക്കമെന്ന് മനസ്സിലായി. അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ഇപ്പോൾ നാളെയാണ് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നാളെ ചികിത്സ തുടങ്ങണമെന്നാണ് ആശുപത്രിയിൽ നിന്ന് വന്നിരിക്കുന്ന നിർദ്ദേശം. 6 മാസമായിട്ട് നടുവേദനയായിരുന്നു. അത് കഴിഞ്ഞ് റേഡിയേഷൻ ചെയ്തു. കോഴിക്കോട് നിന്ന് 5 റേഡിയേഷൻ ചെയ്തപ്പോൾ കാലുവേദന കുറഞ്ഞു കിട്ടി. ഭയങ്കര പെയിനായിരുന്നു കാലിന്. കിടക്കുമ്പോൾ ഇല്ല, കാല് തൂക്കി വയ്ക്കാൻ വയ്യായിരുന്നു. റേഡിയേഷനോടുകൂടി കാലുവേദന കുറഞ്ഞു കിട്ടി. മരവിപ്പുണ്ട് കുറച്ചുണ്ടായിരുന്നു. എന്തായാലും എൻ്റെ അമ്മ ഞാൻ മനുഷ്യനാണെന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം. കാരണം യേശു പറയുന്നതായാലും ഏത് ദേവതകളും മനുഷ്യനാവാനാണല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മയുടെ ഒരു ജീവിത പ്രതിസന്ധിയിൽ യേശുവിനെ അറിയുകയും യേശുവിലൂടെ മനസ്സിന് സമാധാനം നേടുകയും ചെയ്തതുകൊണ്ട് തന്നെ അമ്മയുടെ വിശ്വാസം മാത്രമല്ല, അല്ലാതെയും ഈ ദൈവിക ചൈതന്യമുള്ള എല്ലാ ശക്തികളിലും സമർപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഈശോയെയും സ്നേഹിച്ചിരുന്നു കുട്ടിക്കാലം മുതലേ. പക്ഷെ നമ്മൾ ജനിച്ച സാഹചര്യത്തിൽ നമ്മുടെ ഒരു ആരാധനയുടെ രീതി വ്യത്യസ്തമായിരുന്നു എന്ന് മാത്രം. അപ്പോൾ ഇപ്പോൾ ഒന്നുകൂടി യേശുവിനെ കൂടുതൽ സ്നേഹിച്ചു തുടങ്ങുന്നു. എനിക്ക് പ്രാർത്ഥനയേക്കാൾ എനിക്ക് സ്നേഹമാണ് ഉള്ളിൽ വരുന്നത്. അപ്പോൾ അമ്മയെ പറഞ്ഞു ഇവിടെ വരാം, അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ വന്നത്. നിൽക്കാറില്ല, പേടി കൊണ്ടാണ്. പിന്നെ ബെൽറ്റ് ഇട്ടിട്ട് മുട്ടുകുത്താറേ ഇല്ലായിരുന്നു. 6 മാസമായിട്ട് അതെ നിലത്തൊന്നും ഇരിക്കാറില്ലായിരുന്നു. ബുദ്ധിമുട്ടായിരുന്നു. അവന് നമുക്ക് കരമടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, 2 പ്രാവശ്യം ബയോപ്സി ചെയ്തു അല്ലേ? 1 പ്രാവശ്യം MVRൽ നിന്ന് പെറ്റ് സ്കാൻ, ബോൺ മാരോ ഒക്കെ ചെയ്ത് എല്ലാം പോസിറ്റീവാണ്. സൂചന കിട്ടിയത് ബയോപ്സിയിൽ നമുക്ക് സഹോദരിക്ക് പൂർണ്ണ സൗഖ്യം. ഇപ്പോൾ വേദനകൾ നടുവേദനയാണ് തുടങ്ങിയത്. ഇപ്പോൾ ആ നടുവേദന പൂർണ്ണമായിട്ടും തുള്ളിച്ചാടാൻ പറ്റുന്ന വിധത്തിൽ, കാലൊക്കെ പൊക്കി ചവിട്ടാൻ പറ്റുന്ന വിധത്തിൽ ഒന്ന് പൊക്കി ചവിട്ടി നോക്കി